ഓക്കെ, നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് എക്സസൈസ് 8.4 ആണ്, ട്രിഗണോമെട്രിയുടെ ലാസ്റ്റ് എക്സസൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്രസ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈനെ സി കെ ടാനെ. അപ്പൊ നോക്കിക്കേ, സൈനെ സി കെ ആൻഡ് ടാനെ, ഇതിനെ മൂന്നിനെയും ഇൻ ടേംസ് ഓഫ് കോട്ട് എ, അപ്പൊ ഇതിനെല്ലാം എന്തിലോട്ട് മാറ്റണം? കോട്ട് എയിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ടുള്ള സൈനെ സി കെ ടാനെ ഈ മൂന്ന് പേരെയും കോട്ടിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ ശ്രദ്ധിക്കുക, അത് ഞാൻ സൈനേനെ എടുക്കുവാണ്. സോ സൈനേനെ സോ എന്താ ശ്രദ്ധിക്കുക, സൈനെ നമുക്ക് ഡയറക്റ്റ് കോട്ടിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് സൈൻ സ്ക്വയർ എന്നാക്കാം. അപ്പൊ റൂട്ട് ഓഫ് എന്താക്കാം? സൈൻ സ്ക്വയർ എന്നാക്കാം. സൈനേനെ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എന്നാക്കാം. സൈൻ സ്ക്വയർ എനെ നമുക്ക് എന്താക്കി മാറ്റാം? 1 എന്താക്കാം? കൊസീക് സ്ക്വയർ എന്നാക്കാം. 1 കൊസീക് സ്ക്വയർ എന്നാക്കാം. കൊസീക് സ്ക്വയർ എ നമുക്ക് എന്തിലേക്കാക്കാം? കോട്ടിലേക്ക് ആക്കാം. കാരണം നമുക്കറിയാൻ പറ്റും എന്താണ് കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണെന്ന് ഒരു ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എന്ത്? കോട്ട് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. സോ ആ ഫോമിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. സൈനേനെ കോട്ടിലേക്ക് ആക്കാൻ പറഞ്ഞാൽ സൈനിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ സ്ക്വയറിലേക്ക് ആക്കും. അപ്പൊ വെറുതെ അങ്ങ് സ്ക്വയർ ചെയ്യാൻ പറ്റില്ല, റൂട്ട് ഇട്ടിട്ട് സൈൻ സ്ക്വയർ ആക്കാൻ പറ്റും. ബിക്കോസ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എന്ത് തന്നെയാണ്? സൈനെ തന്നെയാണ്. അപ്പൊ അത് ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. സി, എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അതുപോലെ അപ്പൊ സൈൻ സ്ക്വയർ ആയി. സൈൻ സ്ക്വയർ എ നമുക്ക് എന്ത് എഴുതാം? 1 എന്ത്? കൊസീക് സ്ക്വയർ എന്ന് എഴുതാം. കൊസീക് സ്ക്വയർ എന്നാക്കി പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് കൊസീക് സ്ക്വയർ എ നമുക്ക് എന്ത് ചെയ്യാം? 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്നാക്കാം. ഈ ന്യൂമറേറ്ററിൽ 1 നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. റൂട്ട് 1 എന്ത്? 1 തന്നെയാണ്. സോ ഡിനോമിനേറ്ററിൽ മാത്രം 1 പ്ലസ് എന്ത്? കോട്ട് സ്ക്വയർ. അപ്പൊ ആലോചിക്കണം, കൊസീക് സ്ക്വയർ എ 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കൊസീക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ സ്റ്റെപ്പിന് സൈഡിലായിട്ട് ബ്രാക്കറ്റിൽ എന്താണ്? ഈ സ്റ്റെപ്പിന് സൈഡിലായിട്ട് ഇത് എന്ത് ചെയ്യുക? എഴുതിയിട്ടേക്കാം. സോ അപ്പൊ നമ്മള് എന്തിനാക്കി? സൈനേനെ എന്തിലോട്ടാക്കി? കൊസീക്കിലേക്ക് ആക്കി. ഓക്കെ, ഇനി അടുത്ത സീക്ക്. സീക്കിനെയും ശരിക്കും എങ്ങനെയാക്കുന്നത്? സി കെനെ നമുക്ക് എന്തെഴുതാം? റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം? സീക്ക് സ്ക്വയർ എ എന്ന് എഴുതാം. എന്താണ്? റൂട്ട് ഓഫ് എന്ത്? സീക്ക് സ്ക്വയർ എ എന്ന് എഴുതാം. ഇനി നോക്കുക, സീക്ക് സ്ക്വയറിനെ ഡയറക്റ്റ് കോട്ടിലായിട്ടുണ്ടോ? ഇല്ല. സീക്ക് സ്ക്വയർ എ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതാം. ഒരു റിലേഷൻ ഉണ്ട്, സീക്ക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എന്ത്? ടാൻ സ്ക്വയർ തീറ്റ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച ഐഡന്റിറ്റി ആണ്. സോ സീക്ക് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എന്ത്? ടാൻ സ്ക്വയർ എ. സോ ഇതിൽ ടാനിനെ നമുക്ക് 1 കോട്ടെ, ദാറ്റ് ഈസ് ടാൻ സ്ക്വയർ ആകുമ്പോൾ 1 എന്ത്? കോട്ട് സ്ക്വയർ എന്ന് വരും. 1 എന്ത് വരും? കോട്ട് സ്ക്വയർ എന്ന് വരും. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. അപ്പൊ എന്ത് വരും? കോട്ട് സ്ക്വയർ എ പ്ലസ് 1 എന്ത്? കോട്ട് സ്ക്വയർ എ. അപ്പൊ ഇവിടെ ഒരു ചെറിയ മാറ്റം വരാൻ പോകുന്നത് കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ ഈ കോട്ട് സ്ക്വയർ എ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ എന്താവും? കോട്ടെ ആയി മാറും. സോ റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഡിവൈഡ് ബൈ എന്ത് വരും? കോട്ടെ എന്ന് വരും. അപ്പൊ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കുവാണെങ്കിൽ ടാനേനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ടാനേനെ നമുക്ക് എന്ത് എഴുതാം? ടാനെ ഇസ് ഈക്വൽ ടു എന്താണ്? 1 കോട്ടെ. അപ്പൊ ഇവരെ രണ്ടുപേരും ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എഴുതി എടുക്കുക. അപ്പൊ നോക്കുക, സൈനെ റൈറ്റ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ ഇൻ ടേംസ് ഓഫ് എത്ര? സി കെ. അപ്പൊ സൈനേനെ നമുക്ക് എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് എന്ത്? സൈൻ സ്ക്വയർ എ എന്ന് എഴുതാം. റൂട്ട് ഓഫ് എന്താ? സൈൻ സ്ക്വയർ. സീക്കിലേക്ക് ആക്കേണ്ടത്. സോ സൈൻ സ്ക്വയർ എ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് എഴുതാം. സോ അതിനകത്ത് തന്നെ കോസ് സ്ക്വയർ എ നമുക്ക് 1 എന്ത്? സീക്ക് സ്ക്വയർ എന്ന് എഴുതാം. ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ റൂട്ടിനകത്ത് സീക്ക് സ്ക്വയർ എ
മൈനസ് 1 ബൈ എന്ത് വരും സീക്ക് സ്ക്വയർ എ. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ അതേ കണക്ക് തന്നെ എഴുതും. സീക്ക് സ്ക്വയർ എ മൈനസ് 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലെ സീക്ക് സ്ക്വയർ എ എന്തായി മാറും സീക്ക് എ ആയി മാറും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് കോസ് എ. അടുത്ത സെക്ഷൻ എന്താണ് കോസ് എ. കോസ് എനെ സീക്കിലേക്ക് ആക്കാൻ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. 1 ബൈ എന്ത് സീക്ക് എന്നാണ് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ്, അടുത്ത സെക്കൻഡ്, അടുത്ത തേർഡ് ചെയ്യാൻ പോവാണ് ടാൻ എ. സോ ടാൻ എനെ നമ്മൾ എന്തിലോട്ട് ആക്കാൻ പോവാണ് സീക്കിലേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ടാൻ എ ഇസ് ഈക്വൽ ടു സൈൻ എ ബൈ എന്താണ് കോസ് എ. ടാൻ എ ഇസ് ഈക്വൽ ടു സൈൻ എ ബൈ എന്ത് കോസ് എ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതായത് ഓൾറെഡി നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് സൈൻ എ ചെയ്തിട്ടുണ്ട്. സൈൻ എനെ എങ്ങനെ ആക്കിയേക്കുന്നത് റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1 ബൈ സീക്ക്. അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിച്ചെഴുതണം. റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1 ബൈ സീക്ക് ആണ് ഓൾറെഡി സൈൻ എ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ബൈ കോസ് എ. കോസ് എന്താ 1 ബൈ സീക്ക്. 1 ബൈ സീക്ക് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സീക്കയും സീക്കയും ക്യാൻസൽ ആയപ്പോ ആൻസർ എന്ത് വരും റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1. അപ്പൊ ഒരു കാര്യം ആലോചിച്ചോ, സൈനിനെയും കോസിനെയും ഓൾറെഡി എന്തിലേക്ക് ആക്കി കഴിഞ്ഞു നമ്മൾ സീക്കിലേക്ക് ആക്കി കഴിഞ്ഞു. സൈനില് സീക്കിലേക്ക് ആക്കിയതാണ് ഇത്, കോസിനെ സീക്കിലേക്ക് ആക്കിയതാണ് ഇത്. സോ ടാനെ കിട്ടിയപ്പോൾ ടാനെ നമ്മൾ സൈൻ ബൈ കോസ് എന്ന് എഴുതി. അപ്പൊ സൈനയുടെ റിസൾട്ട് ഇവിടെ സീക്കിലുള്ള റിസൾട്ട് എടുത്ത് ഇവിടെ എഴുതി, കോസയുടെ റിസൾട്ട് എടുത്ത് ഇവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു കട്ട് ചെയ്തു. അപ്പൊ ഇതാണ് സൈനയുടെ റിസൾട്ട്, ഇതെന്തോ കോസയുടെ റിസൾട്ട്. കട്ട് ചെയ്ത് കളഞ്ഞു, അതും സീക്കിലേക്ക്. ഫൈനലി ടാനെ എന്തായി മാറി സീക്ക് സ്ക്വയർ മൈനസ് 1 ആയി മാറി. ഇനി അടുത്ത എന്താ ഉള്ളത് കൊസീക്കെ. അത് വളരെ എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കേ, കൊസീക്കേനെ സീക്കിലേക്ക്. കൊസീക്കിനെ നമുക്ക് എന്ന് എഴുതാം 1 ബൈ സൈനെ. ദാറ്റ് ഈസ് 1 ബൈ സൈനയ്ക്ക് വരുന്ന ആരെ എഴുതിയാൽ മതി, ഇയാളെ എടുത്ത് എഴുതിയാൽ മതി. സൈനേനെ ഇവിടെ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ സീക്കിലോട്ട്. 1 ബൈ റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എത്ര സീക്കെ. സോ ഇത് തിരിച്ചിടുമ്പോഴത്തേക്ക് സീക്കെ ഡിവൈഡ് ബൈ റൂട്ട് എന്ത് സിക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് ആയിക്കോളൂ. അടുത്ത സീക്കേനെ ഒന്നും ചെയ്യണ്ട. അടുത്ത ഇനി ഏതാ ഉള്ളത് നമുക്ക് 5 കോട്ടെ. എന്താണ് കോട്ടെ? അപ്പൊ അത് ഇപ്പുറത്ത് എഴുതാം. സോ കോട്ടേനെ നമുക്ക് അപ്പുറത്തോട്ട് എഴുതാം. കോട്ടേനെ നമുക്ക് എന്തിലോട്ടാക്കണം സീക്കിലോട്ട്. അതാണ് 5th വൺ. സോ കോട്ടേനെ നമുക്ക് എന്ത് എഴുതാം 1 ബൈ ടാൻ എന്ന് എഴുതിക്കൂടെ. 1 ബൈ ടാനെ. സോ 1 ബൈ ടാനെ താണ്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സൈനിനെയും കോസിനെയും മാത്രം എന്തിലോട്ട് മാറ്റിയാൽ മതി സീക്കിലോട്ട് ആക്കിയാൽ മതി. ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പൊ സൈനേനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സൈന ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയറേക്ക് പകരം സൈൻ സ്ക്വയർക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ. ഈ കോസിനെ സീക്കിലേക്ക് ആക്കുമ്പോൾ 1 ബൈ സിക്സ് സ്ക്വയർ. ഈ സിക്സ് സ്ക്വയറെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ മൈനസ് 1 ബൈ സിക്സ് സ്ക്വയർ. സോ റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ താഴെ എന്ത് വരും സീക്ക് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കേസ് സൈനയുടെ റിസൾട്ട് ആണ് റൂട്ട് സിക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എന്ത് സീക്ക് എന്ന് കിടക്കുന്നത്. അടുത്ത കോസയുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് 1 ബൈ കോസ എന്നുള്ള 1 ബൈ കോസയുടെ സീക്കിലോട്ടുള്ള റിലേഷൻ നമുക്കുണ്ട്. എന്താണ് റെസിപ്രോക്കൽ റിലേഷൻ 1 ബൈ സീക്ക് എന്നുള്ളത്. അത് എടുത്ത് എഴുതി. ഇനി ടാൻ ചെയ്യാൻ എളുപ്പമാണ്. എന്ത് സൈൻ ബൈ കോസ്. ടാൻ ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ്. സൈനയുടെ റിസൾട്ട് ഇത്, കോസയുടെ റിസൾട്ട് എടുത്ത് എഴുതി ക്യാൻസൽ ചെയ്ത് മുകളിലോട്ട് ഇട്ടാൽ മതി. കൊസീക്കേനെ 1 ബൈ സൈൻ എന്ന് എഴുതാം. സൈനയുടെ റിസൾട്ട് എവിടെ ഉണ്ട് എവിടെ കിടപ്പുണ്ട്, അത് എടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. തിരിച്ചിട്ടാൽ മാത്രം മതി. കോട്ടെ 1 ബൈ ടാനയുടെ റിസൾട്ട് ഇവിടെ ഉണ്ട്, ഇതെടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അതർവൈസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. സോ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കണം. പറഞ്ഞു തീരുന്ന സമയത്ത് കുറച്ച് സമയമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദ ഫോളോയിങ് ഐഡന്റിറ്റീസ് വേർ ദ ആംഗിൾസ് ഇൻവോൾവ് ആർ അക്യൂട്ട് ആംഗിൾസ് ഫോർ വിച്ച് ദ എക്സ്പ്രഷൻസ് ആർ എന്ത് ഡിനൈഡ്. അപ്പൊ ഇതിന്റെ എക്സസൈസ് ഏതാണ്? എക്സസൈസ് 8.4.
ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എക്സസൈസ് 8.4 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 5th ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ 5th ക്വസ്റ്റ്യൻ. ഓക്കെ, 5th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 5th ക്വസ്റ്റ്യൻ. ഓക്കെ, കൊസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ, അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. കൊസീക് തീറ്റ മൈനസ് എന്ത് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എന്ത് 1 പ്ലസ് കോസ് തീറ്റ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോ കൊസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ എന്ത് 1 പ്ലസ് കോസ് തീറ്റ. അപ്പൊ നമ്മൾ ഇതിന്റെ എന്തെടുക്കും? LHS എടുക്കുവാണെങ്കിൽ എന്ത് കൊസീക് തീറ്റ മൈനസ് എന്ത് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. കൊസീക് തീറ്റേനെ നമുക്ക് 1 ബൈ എന്ത് സൈൻ തീറ്റ എന്ന് എഴുതാം. കോട്ട് തീറ്റേനെ നമുക്ക് കോസ് തീറ്റ ബൈ എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ദ എന്തെന്ന് എഴുതാം? ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇത്രയൊന്ന് നോക്കാം. 1 മൈനസ് കോസ് തീറ്റ എന്ത് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നമുക്കിവിടെ വേണമെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് എഴുതാം? നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ നോക്കിക്കേ, ഇനി നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. നോക്കാം. 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റയെ നമുക്ക് 1 മൈനസ് എന്തെന്ന് എഴുതാം? കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതേ കണക്ക് തന്നെ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ മീൻസ് ഇത് ശരിക്കും 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റേനെ നമുക്ക് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു എന്താണ് 1 മൈനസ് എന്താണ് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പം ഇവിടെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നാല് നമ്മളത് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഇവിടെ എന്ത് എഴുതും? 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു എന്താണ് 1 മൈനസ് കോസ് തീറ്റ. ഈ 1 മൈനസ് കോസ് തീറ്റയും ഈ പവറും ക്യാൻസൽ ആയിപ്പോ ആൻസർ 1 മൈനസ് കോസ് തീറ്റ ന്യൂമറേറ്ററിൽ ഡിവൈഡ് ബൈ 1 പ്ലസ് എന്ത് കോസ് തീറ്റ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. സോ നമ്മൾ LHS എടുത്ത് പ്രൂവ് ചെയ്തു. നമ്മൾ എവിടെ എത്തി? RHS. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. അപ്പൊ എഴുതാൻ മറക്കരുത്. ഹെൻസ് എന്ത് പ്രൂവ്ഡ്. നമ്മൾ എന്ത് ചെയ്തു? സംഭവം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എന്താണ്? കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഇസ് ഈക്വൽ ടു 2 CK എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ LHS എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് എത്ര 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് എടുക്കാം. ഇതിനെ ക്രോസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? കോസ് സ്ക്വയർ എ പ്ലസ് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് എ ഈ കോസ് എ ഇൻറ്റു എത്ര 1 പ്ലസ് സൈൻ എ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. കോസ് സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 into 1 into sin theta 2 sin a plus sin square a divided by cos a into 1 plus sin a എന്ന് എഴുതും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഈ കോസ് സ്ക്വയറും ഈ സൈൻ സ്ക്വയറും എന്താക്കണം? ഒരുമിച്ചെടുത്ത് എഴുതണം. അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് എഴുതാം കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് 1 plus 2 sin a 1 plus 2 sin a ഡിവൈഡഡ് ബൈ എത്രയാണ്? കോസ് എ ഇൻറ്റു എത്ര 1 പ്ലസ് സൈൻ എ എന്ന് കിട്ടും. കോസ് സ്ക്വയറേയും സൈൻ സ്ക്വയറേയും കൂടെ 1 ആവും. പ്ലസ് ഈ 1 കൂടെ വരും. പ്ലസ്
2 sin a 2 sin a ഡിവൈഡ് ബൈ cos a ഇൻറ്റു എത്ര 1 പ്ലസ് sin a. ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 2 sin a 2 1 1 കൂടെ 2 2 പ്ലസ് 2 sin a ഡിവൈഡ് ബൈ cos a ഇൻറ്റു എത്ര 1 പ്ലസ് sin a. 2 ഈ രണ്ടിടത്തു നിന്ന് 2 ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 1 പ്ലസ് sin a ഡിവൈഡ് ബൈ cos a ഇൻറ്റു എത്ര 1 പ്ലസ് sin a. 1 പ്ലസ് sin a 1 പ്ലസ് sin a ക്യാൻസൽ ആയിപ്പോയി. 2 by cos a 2 by cos a is equal to 2 ck. cos a യുടെ റെസിപ്രോക്കൽ ആണ് ck. that is our RHS. hence എന്ത് പ്രൂവ്ഡ്. ഇതെല്ലാം വീഡിയോ എഴുതുന്നതിന്റെ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബാക്ക്വേർഡ് അടിച്ചിട്ട് കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ tan തീറ്റ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. tan തീറ്റ ബൈ 1 മൈനസ് cot തീറ്റ പ്ലസ് cot തീറ്റ ബൈ 1 മൈനസ് tan തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് sec തീറ്റ cosec തീറ്റ. അപ്പൊ ഇത് ഇത്തിരി വലുതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതൊന്ന് വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കാൻ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുവാണ്. അപ്പം ഇതെന്താണ്, ഇതിന്റെ LHS നമുക്ക് എടുക്കാം. LHS എടുക്കുവാണെങ്കിൽ ഞാൻ വളരെ ചെറുതായിട്ടാണ് എഴുതുന്നത്, വലിയ പ്രൂഫ് ആയതുകൊണ്ട്. ടാൻ തീറ്റയെ നമുക്ക് സൈൻ തീറ്റ ബൈ എന്തെന്ന് എഴുതാം, കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റനെ കോട്ടിനെ കോസ് തീറ്റ ബൈ എന്തെന്ന് എഴുതാം, സൈൻ തീറ്റ പ്ലസ് കോട്ടിനെ എന്തെന്ന് എഴുതാം, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാനിനെ നമുക്ക് എന്ത് എഴുതാം, സൈൻ തീറ്റ ബൈ എന്ത് കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഈ ന്യൂമറേറ്ററിൽ വ്യത്യാസമൊന്നുമില്ല, സൈൻ തീറ്റ ബൈ എന്ത് കോസ് തീറ്റ ഡിവൈഡ് ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ സൈൻ ഇൻറ്റു 1 എത്ര, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ എന്ത് സൈൻ തീറ്റ പ്ലസ് ഇവിടെ എന്ത് വരും, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എത്ര, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും, കോസ് തീറ്റ. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് തിരിച്ചെടുത്തിടുമ്പോഴത്തേക്ക് ഈ സൈൻ തീറ്റ ഇങ്ങ് മേളിൽ വരും. അപ്പൊ എന്ത് വരും, സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഈ കോസ് തീറ്റ അവിടെ വരും, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് ഈ കോസിങ് മേളിൽ വരുമ്പോ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഈ സൈൻ തീറ്റ ഇൻറ്റു എത്ര, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇത്രയും വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, ഇവിടെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുക്കുവാണെങ്കിൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പോലെ തന്നെ ഇവിടെയും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആക്കാം. സോ ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുക്കുന്നു, വേറൊന്നുമല്ല സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് മാറി എന്തായി മാറും, മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഇവിടുന്ന് മൈനസ് പുറത്തെടുക്കുമ്പോഴാണ് ഇവിടെ മൈനസ് ആവുന്നത്, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്തായി മാറും, സൈൻ തീറ്റ മൈനസ് എന്തായി മാറും, കോസ് തീറ്റ ആയി മാറും. ഇനി രണ്ടിടത്തും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്. അപ്പൊ അതിനെ പുറത്തെടുക്കാം. 1 ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റനെ എന്ത് ചെയ്യാം, പുറത്തെടുക്കുവാണെങ്കിൽ ബാക്കി അവിടെ എന്ത് വരും, സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് എന്ത് കോസ് സ്ക്വയർ തീറ്റ ബൈ എന്ത് വരും, സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് ചെയ്യണം. സോ 1 ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് തീറ്റ മൈനസ് എന്ത് വരും, കോസ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ത് വരും, കോസ് തീറ്റ എന്ന് വരും. അപ്പൊ ഇനി അടുത്ത് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ശ്രദ്ധിക്കണം, എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ എക്സ്പാൻഷൻ ഓർത്ത് വെച്ചോണം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എത്ര, ബി സ്ക്വയർ എന്നുള്ളതാണ്. സോ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് എത്ര,
കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും, ഡിവൈഡഡ് ബൈ എത്ര, സൈൻ തീറ്റ കോസ് തീറ്റ. ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഒന്ന് എഴുതിയെടുക്കുക. പിന്നെ അവശേഷിക്കുന്നത് നമുക്ക് എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് എത്ര, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എത്ര, സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതാണ്. സോ ഈ സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരും. 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ എന്ത് വരും, സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസ് ആണ് ഇവിടെ കിടക്കുന്നത് ന്യൂമറേറ്ററിൽ. സോ 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കും, ഈ ഡിനോമിനേറ്ററിനെ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കും ഓരോ ന്യൂമറേറ്റേഴ്സും. സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. 1 ബൈ സൈൻ എന്ത് വരും, കൊസീക്ക് തീറ്റ. 1 ബൈ കോസ് എന്താണ്, സീക്ക് തീറ്റ പ്ലസ് ഇത് ക്യാൻസൽ ആയി പോകും 1. സോ that is equal to 1 plus cosec theta sec theta, 1 plus sec theta cosec theta, that is equal to our RHS. അപ്പൊ ഇത് ഇത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ ബാക്ക്വേർഡ് അടിച്ചതിന് ശേഷം ആദ്യം മുതൽ കാണുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, പക്ഷെ കുറച്ചധികം ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. വീഡിയോ പോസിന് ശേഷം ഇത് എഴുതിയെടുക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 പ്ലസ് സി കെ ഡിവൈഡ് ബൈ സി കെ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ്. അപ്പൊ ഇത് സിംപ്ലിഫൈ, ഇവരൊരു ക്ലൂ പറഞ്ഞിട്ടുണ്ട്, സിംപ്ലിഫൈ LHS ആൻഡ് എന്ത് RHS എത്ര സെപ്പറേറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് LHS എടുക്കാം. LHS is equal to 1 plus CK by എന്താണ്, CK. സോ ഇതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിനോമിനേറ്റേഴ്സ് കൊടുക്കുമ്പോൾ 1 by CK പ്ലസ് എത്ര, CK by എത്ര, CK. 1 by CK cos A പ്ലസ് ഇത് കട്ടാകുമ്പോൾ 1, that is equal to cos A plus 1. ഇതാണ് LHS സോൾവ് ചെയ്യുമ്പോൾ cos A plus 1 ആണെന്നാണ് കിട്ടുന്നത്. RHS എടുത്ത് സോൾവ് ചെയ്യാം. RHS എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എ. സൈൻ സ്ക്വയർ എനെ 1 മൈനസ് എന്ത്, കോസ് സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എ. ഞാൻ നേരത്തെ പറഞ്ഞു 1 മൈനസ് കോസ് സ്ക്വയർ, ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, 1 മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. സോ അങ്ങനെ എഴുതിയാൽ 1 പ്ലസ് ബി ഇൻറ്റു എത്ര, 1 പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് ബി എന്ന് എഴുതാം. അപ്പൊ 1 വരുന്ന എല്ലാ കേസിലും അങ്ങനെ ചെയ്യാൻ പറ്റും. സോ 1 മൈനസ് കോസ് സ്ക്വയർ നമുക്ക് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്യാം. സോ അതിനെ 1 പ്ലസ് കോസ് എ ഇൻറ്റു എന്തെന്ന് എഴുതാം, 1 മൈനസ് കോസ് എ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എ. 1 മൈനസ് കോസ് എ 1 മൈനസ് കോസ് എ കട്ടായി പോയി 1 പ്ലസ് കോസ് എ. ഇത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയേക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി, കോസ് എ പ്ലസ് 1. റൈറ്റ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കോസ് എ പ്ലസ് 1 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എന്താണ് പ്രൂവ്ഡ് എന്ന് നമുക്ക് എഴുതാം, പ്രൂവ്ഡ് എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഇതും എഴുതിയെടുക്കുക. അപ്പം ശ്രദ്ധിക്കണം, ക്വസ്റ്റിനകത്ത് ക്ലൂ ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ LHS ആൻഡ് RHS സെപ്പറേറ്റ്ലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ അതൊരു മാർക്ക് കിട്ടാതെ പോകും. ഇനി അടുത്തതും ഇത് കണക്ക് ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോണം. കോസ് എ മൈനസ് എത്ര, സൈൻ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്, കോസ് എ പ്ലസ് എത്ര, സൈൻ എ മൈനസ് 1 ഇസ് ഈക്വൽ ടു കൊസീക് എ പ്ലസ് എത്ര, കോട്ട് എ. യൂസിങ് ഐഡന്റിറ്റി ഏതാണ്, കൊസീക് സ്ക്വയർ എ
ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. അപ്പൊ ഇത് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പോ ഇത് നമുക്ക് സിംപ്ലിഫൈ, ഇതിപ്പം ഇതിനെ LHS സോൾവ് ചെയ്ത് ഇതായിട്ട് കാണിക്കണം, RHS ആയിട്ട് കാണിക്കണം, പ്രൂവ് ചെയ്യണം. ബട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള നമുക്കൊരു ഹിന്റ് തന്നിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാം, ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് LHS എടുക്കുവാണെങ്കിൽ കോസ് എ പ്ലസ് കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ഡിവൈഡ് ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1. അപ്പൊ ഇവിടെ വളരെ ഇതുവരെ ചെയ്തിരുന്ന ഡിഫറെന്റ് ആയിട്ടൊരു കേസ് ഉണ്ട്. നമുക്ക് വേണ്ടത് കൊസീക്കും കോട്ടും ആണ്. കോസേനെ സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? കോട്ടെ കിട്ടും. സൈനെ ബൈ സൈനെ 1 ആയും 1 ബൈ സൈനെ കൊസീക്ക് കിട്ടും. സെയിം താഴെ. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ LHS കിടക്കുന്ന ഓരോ ടേംസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ടേംസിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക്കും സീക്കിലോട്ടും ഒക്കെ, കൊസീക്കിലേക്കും കോട്ടിലേക്കും പോകും. അതുകൊണ്ട് ഡിവൈഡ് ന്യൂമറേറ്റർ ഈച്ച് ടേം ബൈ, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആൻഡ് എന്ത് ഡിനോമിനേറ്റർ ബൈ എന്ത് സൈനെ കൊണ്ട് എന്ത് ചെയ്യണം? ഫുള്ള് ഡിവൈഡ് ചെയ്യണം, ഫുള്ളിനെ. അപ്പൊ കോസെ ബൈ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ എഴുതാം കോസെ ബൈ എന്ത് സൈനെ മൈനസ് എത്ര? സൈനെ ബൈ എന്ത് സൈനെ പ്ലസ് എത്ര? 1 ബൈ സൈനെ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ കോസെ ഡിവൈഡ് ബൈ എന്ത് സൈനെ പ്ലസ് സൈനെ ഡിവൈഡ് ബൈ എന്താണ് സൈനെ മൈനസ് 1 ബൈ എന്ത് സൈനെ. കോസെ ബൈ സൈനെ എന്ത് കോട്ടെ മൈനസ് സൈനെ ബൈ സൈനെ 1 പ്ലസ് 1 ബൈ സൈനെ എന്ത് വരും? കൊസീക്കെ ഡിവൈഡ് ബൈ കോസെ ബൈ സൈനെ കോട്ടെ പ്ലസ് സൈനെ ബൈ സൈനെ 1 മൈനസ് 1 ബൈ സൈനെ എന്ത് വരും? കൊസീക്ക് എ. ഇപ്പൊ ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കോട്ടയും കൊസീക്കും ഒരുമിച്ച് എടുത്തെഴുതും. സോ കോട്ടെ പ്ലസ് എന്ത് കൊസീക്കെ മൈനസ് 1. ഈ മൈനസ് 1നെ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. അത് ഐഡന്റിറ്റി യൂസ് ചെയ്യാനാണ്. അപ്പൊ താഴെ എന്ത് വരും? കോട്ടെ പ്ലസ് 1 മൈനസ് എന്ത് വരും? കൊസീക്കെ എന്ന് വരും. ക്ലിയർ ആയോ? ഇനി കൊസിക് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ. ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 1 ഇസ് ഈക്വൽ ടു എത്ര? കൊസിക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ. കൊസിക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്താണ്? 1 ആണ്. അത് ഓർത്ത് വെച്ചോണം. അപ്പൊ ഈ 1ന് പകരം ഞാൻ എന്ത് എഴുതും? കോട്ടെ പ്ലസ് എത്ര? കൊസീക്കെ മൈനസ് ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതും? കൊസീക്ക് സ്ക്വയർ മൈനസ് എന്ത് എഴുതും? കോട്ട് സ്ക്വയർ എന്ന് എഴുതും. ഹോൾ ഡിവൈഡ് ബൈ കോട്ടെ പ്ലസ് 1 മൈനസ് എന്തെന്ന് എഴുതും? കൊസീക്കെ എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ 1ന് പകരം കൊസിക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതി. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം. സോ കോട്ടെ പ്ലസ് എത്ര? കൊസീക്കെ മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്തുവാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി, കൊസീക്കെ പ്ലസ് കോട്ടെ ഇൻറ്റു എത്ര? കൊസീക്കെ മൈനസ് എന്ത്? കോട്ടെ എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ കോട്ടെ പ്ലസ് 1 കോട്ടെ പ്ലസ് 1 മൈനസ് എന്ത്? കൊസീക്കെ. ഇനി നോക്കുക, ഈ ടേമിലും കോട്ടെ പ്ലസ് കൊസീക്കെ എന്തുണ്ട്? കോമൺ ആയിട്ടുണ്ട്. രണ്ടിൽ നിന്നും കോട്ടെ പ്ലസ് എത്ര? കൊസീക്കെ പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ 1 മൈനസ് ഇവിടെ എന്ത് വരും? മൈനസ് ബ്രാക്കറ്റ് ഇട്ട് വേണം. കൊസീക്കെ മൈനസ് എന്തെന്ന് വരും? കോട്ടെ എന്ന് വരും. സോ 1 മൈനസ് ഇത് രണ്ടും പുറത്ത് വരുമ്പോൾ ഇവിടെ 1, ഇവിടെ കൊസീക്കെ മൈനസ് കോട്ടെ. പക്ഷെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഇട്ടു. ഡിവൈഡ് ബൈ എന്ത് എഴുതും? കോട്ടെ പ്ലസ് 1 മൈനസ് എന്ത് വരും? കൊസീക്കെ എന്ന് എഴുതും. അപ്പൊ ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. സോ കോട്ടെ പ്ലസ് എന്താണ്? കൊസീക്കെ, കോട്ടെ പ്ലസ് കൊസീക്കെ ഇൻറ്റു 1 മൈനസ് കൊസീക്കെ പ്ലസ് എത്ര? കോട്ടെ ഹോൾ ഡിവൈഡ് ബൈ താഴെ പഴയ കണക്ക് തന്നെ കോട്ടെ പ്ലസ് 1 മൈനസ് എത്ര? കൊസീക്കെ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഇത് രണ്ടും കട്ടായി പോകും. ഇപ്പൊ കാണുന്നവർക്ക് ഒരു ഡൗട്ട് വരും. 1 മൈനസ് കൊസീക്കെ പ്ലസ് കോട്ടെ, ഇവിടെ ഏത് തന്നെ 1 മൈനസ് കൊസീക്കെ പ്ലസ് കോട്ടെ.
അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താലും മതി. സോ ഫൈനൽ ആൻസർ ഈസ് cot A പ്ലസ് എത്ര cosec. അപ്പൊ ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. അപ്പൊ അവരോട് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഒന്നുകൂടെ ബാക്ക് വേ അടിച്ചതിന് ശേഷം കണ്ടതിന് ശേഷം ഒരു കുറേ തവണ, ഒരു 7-8 തവണയെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. ഓക്കെ. സോ അടുത്തായിട്ട് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ ഇസ് ഈക്വൽ ടു CK പ്ലസ് എത്ര tan A എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ചെയ്യേണ്ടത് LHS എടുക്കണം. LHS എടുക്കുമ്പോൾ LHSന്റെ റൂട്ട് 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് സൈൻ എ എന്നാക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് റൂട്ട്സ് കൊടുക്കണം. എന്നിട്ട് മൾട്ടിപ്ലൈങ് ബൈ കോൺജുഗേറ്റ്, ഇതിന്റെ ഈ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ആണ്, അത് മറന്നു പോയത്. സോ മൾട്ടിപ്ലൈ ബൈ ഇതിന്റെ 1 മൈനസ് സൈൻ എയുടെ കോൺജുഗേറ്റ് എന്തുവാ, 1 പ്ലസ് സൈൻ എ. സോ റൂട്ട് 1 പ്ലസ് സൈൻ എ. സോ ഇവിടെ എഴുതിക്കോണം എന്തോന്നു, മൾട്ടിപ്ലൈയിങ് ബൈ എന്തോ കോൺജുഗേറ്റ് എന്ന് എഴുതിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നു ഇവിടെ ഏത് സ്റ്റെപ്പാ. LHSനെ എടുത്ത്, ഇതാണ് LHSനെ എടുത്ത് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിനോമിനേറ്ററിന്റെ. സോ റൂട്ട് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് 1 പ്ലസ് സൈൻ എ, 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ റൂട്ട് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ എ, റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് എന്ത് സൈൻ സ്ക്വയർ എന്ന് വരും. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് സ്ക്വയർ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എ എന്ത് വരും, കോസ് എ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് എ പ്ലസ് എന്ത് സൈൻ എ ബൈ കോസ് എ. ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. 1 ബൈ കോസ് എ എന്താണ് CK പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്താണ് സൈൻ എ ബൈ കോസ് എ tan എ. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ RHS. സോ ഈ സെയിം കേസും വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, എഴുതി എടുക്കുക. അടുത്ത കേസ് എന്ന് വെച്ചാല് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ തീറ്റ എത്ര, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, -2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് എത്ര കോസ് തീറ്റ. സോ അപ്പൊ നോക്കാം, ന്യൂമറേറ്ററിൽ നിന്ന് ഇസിക്കൽ ടു എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, ടാൻ തീറ്റ എന്നാണ് അല്ലെ, ടാൻ തീറ്റ എന്നാ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ. സോ ഇതിന്റെ LHS എടുക്കുവാണെങ്കിൽ രണ്ടിടത്ത് ന്യൂമറേറ്ററേസിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം, ന്യൂമറേറ്ററിൽ നിന്ന് സൈൻ തീറ്റ കോമൺ എടുക്കാം. അപ്പൊ എന്തോ 1 മൈനസ് 2 സൈൻ തീറ്റ പോയി, ഇവിടുന്ന് സൈൻ തീറ്റ പോകുമ്പോൾ സൈൻ ക്യൂബ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ആവും. ഡിനോമിനേറ്ററിൽ നിന്ന് കോസ് തീറ്റ ഔട്ട് സൈഡ് എടുക്കും. അപ്പൊ ഇവിടെ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വരും. സോ സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് ഈ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് ഈ കോസിലേക്ക് മാറ്റാൻ പറ്റും. 1 മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് 1 മൈനസ് എന്തെന്ന് എഴുതാം, കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു എത്ര 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, സൈൻ തീറ്റ ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം, 1 മൈനസ് 2 പ്ലസ് എത്ര 2 കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പൊ അടുത്തത് സൈൻ തീറ്റ ഇൻറ്റു -1 പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പൊ അതിനെ നമുക്ക് തിരിച്ചിടാം. സോ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നിടാം. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1, അതായത് 1 മൈനസ് 2 മൈനസ് 1, -1 പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ -1 പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റേനെ നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നിടാം. സോ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 2 എത്ര കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, ടാൻ തീറ്റ എന്ന് വരും. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക.
അല്ല അതിന്റെ ലാസ്റ്റ് റിസൾട്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8th ക്വസ്റ്റ്യൻ സൈൻ എ പ്ലസ് എന്താണ് കൊസീക് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സീക് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 പ്ലസ് ടാൻ സ്ക്വയർ 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് എത്ര കോട്ട് സ്ക്വയർ എ എന്നുള്ളതാണ്. സോ അപ്പൊ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. LHS എടുക്കുന്നു. LHS എടുക്കുമ്പോൾ സൈൻ എ പ്ലസ് കോസീക് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കൊസീക് എ പ്ലസ് കൊസീക് സ്ക്വയർ എ പ്ലസ് ഇനി ഇതിന്റെ എക്സ്പാൻഷൻ വന്നു കോസ് എ പ്ലസ് സീക് ആകുമ്പോൾ എത്ര കോസ് സ്ക്വയർ എ പ്ലസ് 2 കോസ് എ സീക് എ പ്ലസ് എത്ര സീക് സ്ക്വയർ എ. ഈ സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എ ഒരുമിച്ച് എടുത്തെഴുതാം. സോ സൈൻ സ്ക്വയർ എ അതല്ലെങ്കിൽ ഒരുമിച്ച് 1 ആക്കാം. ഈ സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടെ എന്താക്കാം 1 ആക്കാം. 2 സൈൻ ഇൻറ്റു കൊസീക്കിനെ നമുക്ക് സൈൻ ഇൻറ്റു കൊസീക്കിനെ 1/sin എ എഴുതി ക്യാൻസൽ ചെയ്യാം. പ്ലസ് ഈ കൊസീക് സ്ക്വയർ എ നമുക്ക് 1 പ്ലസ് കോട്ട് ഇവിടെ ഉണ്ടായതുകൊണ്ട് കൊസീക് സ്ക്വയർ എ നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്യാം. കൊസീക്കിന് നമുക്ക് റിസൾട്ടിൽ ആവശ്യമില്ല. കൊസീക് സ്ക്വയർ എനെ ഈ കോട്ടിലേക്ക് മാറ്റാം. 1 പ്ലസ് കോട്ട് സ്ക്വയർ എയിലേക്കാം. ഈ കോസ് നേരത്തെ എടുത്തായിരുന്നു. 2 കോസ് എ ഇൻറ്റു സീക്ക് നെ 1/cos എ റെസിപ്രോക്കൽ എന്ന് എഴുതി കട്ട് ചെയ്ത് കളയാം. പ്ലസ് സീക് സ്ക്വയർ എ നമുക്ക് റിസൾട്ടിൽ ആവശ്യമില്ല. അതിനെ എന്തിലേക്ക് മാറ്റാം 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന്. അപ്പൊ ഇതെല്ലാം ഐഡന്റിറ്റീസ് ആണ്. എന്ത് കൊസീക് സ്ക്വയർ എ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നും സീക് സ്ക്വയർ എ എന്ന് പറഞ്ഞത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പൊ ഇവിടെ നോക്കാം ഒരു 1 ഉണ്ട്. ഇവിടെ 2 ഇൻറ്റു സംതിങ് കട്ടായി പോയി. ബാക്കി 2 പ്ലസ് 1 പ്ലസ് എത്ര ഒരു കോട്ട് സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു സംതിങ് പോയി പ്ലസ് 1 പ്ലസ് എത്ര ടാൻ സ്ക്വയർ എ. 1 പ്ലസ് 2 3 പ്ലസ് 1 4 പ്ലസ് 1 5 പ്ലസ് 2 എത്ര 7 പ്ലസ് ഈ ടാൻ സ്ക്വയർ എടുത്ത് എഴുതി ആദ്യമേ ടാൻ സ്ക്വയർ എ പ്ലസ് എത്ര കോട്ട് സ്ക്വയർ എ എന്നുള്ളതാണ് ഇതിന്റെ റിസൾട്ട്. അപ്പൊ ഇക്വേഷൻസ് അത്യാവശ്യം കാണാതെ അറിയാവുന്ന ഒരാൾക്ക് സുഗമമായിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. അടുത്ത 9th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിമ്പിൾ ആണ്. കൊസീക് എ മൈനസ് എന്ത് സൈൻ എ ഇൻറ്റു എത്ര സീക് എ മൈനസ് എത്ര കോസ് എ ഇസ് ഈക്വൽ ടു 1/tan എ പ്ലസ് എത്ര കോട്ട് എ എന്നുള്ളതാണ്. മൈനസ് എത്ര കോസ് എ ഓക്കെ സീക് എ 1/tan എ പ്ലസ് 1 കോട്ട് എ. ഓക്കെ, അപ്പൊ ഇവിടെ LHS എടുക്കുവാണെങ്കിൽ കൊസീക് എ മൈനസ് എന്ത് സൈൻ എ ഇൻറ്റു എത്ര സീക് എ മൈനസ് എത്ര കോസ് എ എന്നുള്ളതാണ് ഈ LHS. കൊസീക്കിനെ നമുക്ക് 1/sin എ മൈനസ് എന്ത് സൈൻ എ ഇൻറ്റു സീക്കിനെ 1/cos എ മൈനസ് എത്ര കോസ് എ എന്ന് എഴുതാം. എല്ലാത്തിനെയും സൈനിലും കോസിലേക്കും ആക്കി. ഈ സൈൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എ ബൈ എന്ത് സൈൻ എ ഇൻറ്റു 1 മൈനസ് കോസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എ ബൈ എത്ര കോസ് എ എന്ന് വരും. 1 മൈനസ് സൈൻ സ്ക്വയർ എ എത്ര കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ സൈൻ എ ഇൻറ്റു ഉണ്ട് അവിടെ 1 മൈനസ് കോസ് സ്ക്വയർ എ എത്ര സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എത്ര കോസ് എ. ഈ കോസയും കോസിന്റെ പവറും പോയി. ഈ സൈനയും സൈനിന്റെ പവറും പോയി. therefore cos a എന്ത് ഇൻറ്റു സൈൻ എ cos a ഇൻറ്റു സൈൻ എ എന്ന് നമുക്ക് കിട്ടി. cos a ഇൻറ്റു സൈൻ എ. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത RHS കൂടെ ചെയ്ത് നോക്കാം. അപ്പം LHS നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി cos a sin a എന്ന് കിട്ടി. ഇനി നമുക്ക് RHS കൂടെ സോൾവ് ചെയ്യാം. RHS 1/RHS എടുക്കുവാണ്. RHS എടുക്കുവാണ് 1/tan a പ്ലസ് എത്ര കോട്ട് എന്നുള്ളതാണ് RHS. സോ 1/tan a നെ നമുക്ക് sin a ബൈ എന്തെന്ന് എഴുതാം cos a എന്നും പ്ലസ് കോട്ട് a നെ നമുക്ക് എത്ര cos a ബൈ sin a എന്നും എഴുതാം. ഓക്കെ അല്ലേ, cos a ബൈ sin a എന്നും എഴുതാം. സോ ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്.
അതായത് ഇവിടെ 1 ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ എ പ്ലസ് കോട്ട എന്നാണ് വരേണ്ടത് RHS. സോ അപ്പൊ ഇതിന്റെ RHS എടുക്കുമ്പോൾ 1 RHS ആണ് എടുത്തേക്കുന്നത്. ടാൻ എക്ക് പകരം ഓക്കെ അതങ്ങ് എഴുതാം. ടാൻ എ പ്ലസ് എത്ര കോട്ട എന്ന് വരും. സോ 1 ഡിവൈഡ് ബൈ ടാൻ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ എ ബൈ കോസ് എ പ്ലസ് കോട്ടയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? കോസ് എ ബൈ എന്തെന്ന് എഴുതാം? സൈൻ എന്ന് എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ വീണ്ടും ഇതിനെ ക്രോസ് ചെയ്യാം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് ഇൻറ്റു 1 എത്ര? കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ എന്ത് വരും? സൈൻ എ കോസ് എ. ഇതങ്ങ് മേളിൽ പോകും. സോ സൈൻ എ കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എത്ര? 1 അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് ഇതിന്റെ LHS എടുത്ത് സോൾവ് ചെയ്തപ്പോഴും സൈൻ എ കോസ് എ കിട്ടി. RHS എടുത്ത് സോൾവ് ചെയ്തപ്പോഴും എന്ത് കിട്ടി നമുക്ക്? സൈൻ എ കോസ് എ എന്ന് കിട്ടി. സോ ഇത് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര? ടാൻ സ്ക്വയർ എ എന്നുള്ളതാണ്. സോ അപ്പം 2 ഈക്വൽ ടു സൈൻ കിടപ്പുണ്ട് നമുക്ക്. സോ അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. സോ 1 പ്ലസ് എന്ത്? ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 മൈനസ് എത്ര? കോട്ട് സ്ക്വയർ എ. 1 പ്ലസ് ടാൻ സ്ക്വയർ ഒരു ഇക്വേഷൻ ഉള്ളതാണ്, സീക് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. 1 പ്ലസ് ആണ്, മൈനസ് അല്ല, 1 പ്ലസ് ആണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്താണ്? നമുക്കൊരു ഇക്വേഷൻ ഉള്ളതാണ്. എന്താണ്? കൊസീക് സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉള്ളതാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ കൊസീക് സ്ക്വയർ. സോ സീക്കിനെ നമുക്ക് 1 ബൈ കോസ് സ്ക്വയർ എന്നിടാം. ഹോൾ ഡിവൈഡ് ബൈ കൊസീക്കിനെ 1 ബൈ എന്തിടാം? സൈൻ സ്ക്വയർ എന്നിടാം. തിരിച്ചിടുമ്പോൾ ആൻസർ എന്ത് വരും? സൈൻ സ്ക്വയർ എ ബൈ എന്ത്? കോസ് സ്ക്വയർ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ടാൻ സ്ക്വയർ എ എന്ന് ആൻസർ വരും. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് 1 മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ എങ്ങനെയാ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. 1 അപ്പൊ ഇത് ഇത്രയും ഒന്ന് എഴുതിയെടുക്കുക. ഈ ഒരു പോർഷനെ നമുക്ക് സോൾവ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ടാൻ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ആ മിഡിലെ പോർഷനും കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഒരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ 1 മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കുവാണെങ്കിൽ ഇത് 1 മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ 1 മൈനസ് കോട്ടിനെ 1 ബൈ ടാൻ എ ദ ഹോൾ 1 ബൈ ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ 1 മൈനസ് ടാൻ എ ന്യൂമറേറ്ററിലുള്ളത് ഒന്നും ചെയ്യുന്നില്ല. ഈ ടാൻ എനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടാൻ എ മൈനസ് 1 ബൈ എന്ത് വരും? ടാൻ എ എന്ന് വരും. ഹോൾ സ്ക്വയർ എന്നും വരും. ഓക്കെ, ഈ ടാൻ എ അങ്ങ് മേളിൽ പോകും. സോ ടാൻ എ ഇൻറ്റു 1 മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ എന്ത്? ടാൻ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു 1 മൈനസ് ടാൻ എ, ഇവിടെ ഒരു ടാൻ എ മൈനസ് 1. നമുക്കൊരു ഐഡിയ ചെയ്യാം. ടാൻ എ ഒരു -1 പുറത്തെടുക്കാം. സോ മൈനസ് ടാൻ എ ഇൻറ്റു എത്ര? ടാൻ എ മൈനസ് 1 എന്നാവും. ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ എന്ത് വരും? 1 മൈനസ് ടാൻ എ മൈനസ് 1 എന്നാവും. ഡിവൈഡ് ബൈ എത്ര? ടാൻ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കട്ടായി പോകും. സോ മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ സ്ക്വയർ എ. ദാറ്റ് ഇസ് ഈക്വൽ ടു അവർ RHS. ഓക്കെ, അപ്പൊ ഇതെടുത്ത് സോൾവ് ചെയ്തപ്പോഴും ടാൻ സ്ക്വയർ കിട്ടി. ഇതെടുത്ത് സോൾവ് ചെയ്തപ്പോഴും എന്ത് കിട്ടി? നമുക്ക് ടാൻ സ്ക്വയർ കിട്ടി. വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇത് എഴുതി എടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്രിഗണോമെട്രിയുടെ ടെക്സ്റ്റിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ട്രിഗണോമെട്രിയുടെ ടെക്സ്റ്റിൽ നമ്മൾ തന്നിട്ടുള്ള ഇത്രയും പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നപോലെ ചെയ്ത് പഠിച്ച് അത് കണക്ക് തന്നെ ഫോമുലയും ഇക്വേഷൻസും എല്ലാം ഐഡന്റിറ്റീസ് എല്ലാം നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ട്രിഗണോമെട്രിക്കാരനുള്ള നല്ല മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.